ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേടന്റെ വൈകൃതങ്ങൾ വെളിപ്പെടുത്തി പരാതിക്കാരി ഡോക്ടർ മാധ്യമ സിൻഡിക്കേറ്റിൽ മാത്രം. വേറെ മാധ്യമങ്ങളൊന്നും ഇതിനെടുത്ത് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ ഒരു പരാമർശം. വേറെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് അവർക്ക് ബുദ്ധിയുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇതിലെന്താണ് സത്യം, ഇതിലെന്താണ് സത്യമല്ലാത്തതെന്നുള്ളത്. ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാമോ അതിൻ്റെയൊക്കെ അങ്ങേ പീക്ക് ലെവലിലേക്ക് അവഹേളിച്ചതിന് ശേഷവും അവർക്കൊരു മര്യാദയുണ്ട്, അവർക്കൊരു ബേസിക് കോമൺ സെൻസ് ഉണ്ട്. അവരത് ഉപയോഗിച്ചുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളെന്താ ചെയ്യുന്നത്? ഇരയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എവിടെയൊക്കെ കിടക്കുന്ന പെമ്പിളാരെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വേടനെതിരെ ഇങ്ങനെ പരാതി കൊടുപ്പിക്കണം, വേടനെ വെച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനത്തെ തന്തയില്ലായ്മ, ഇങ്ങനത്തെ തോന്നിവാസങ്ങളും ഒക്കെ കാണുമ്പോഴേ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ തോന്നുക? അതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ച് പോകുന്നത്. അതൊരു പക്ഷേ പലർക്കും ആവർത്തന വിരസതയോ അല്ലെങ്കിൽ വേടനെ പിടിച്ചുകൊണ്ട് തന്നെ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യുന്നതൊക്കെ തോന്നിപ്പോവാം. സ്വാഭാവികമാണ്, ഞാൻ ആരെയും തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ പിറപ്പേട് കാണിക്കുന്നവരോട് എനിക്ക് ഈ രീതിയിലെ മാർഗം അല്ലെങ്കിൽ ഈ രീതിയിലെ മറുപടി പറയാനായിട്ടൊരു വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ വേടൻ ഇനിയും പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വേടനിപ്പോൾ